എം.വി. ഗോവിന്ദൻ മാസ്റ്റർക്ക് ഇത്ര നാളായിട്ടും ഡയലക്റ്റിക്സ് എന്താണെന്ന് പിടികിട്ടാത്തത് കൊണ്ടാണ് തങ്ങൾക്ക് തുടർഭരണം ലഭിച്ചു കഴിഞ്ഞാൽ പാവങ്ങൾ, പാവപ്പെട്ടവർ എന്നീ പദങ്ങളില്ലാത്ത നിഘണ്ടു നമ്മളെ കൊണ്ട് സ്വപ്നം കാണിപ്പിക്കാൻ ശ്രമിക്കുന്നത്. കവിയും പണ്ഡിതനും സാഹിത്യ അക്കാദമി പ്രസിഡന്റുമായ സച്ചിദാനന്ദനും ഗോവിന്ദൻ മാസ്റ്ററെ പോലെ വൈരുദ്ധ്യാത്മിക പ്രഹേളികയിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഇപ്പോഴും. ഡയലക്റ്റിക്സ് എന്താണെന്ന് സുവ്യക്തവും ലളിതവുമായ ധാരണയുണ്ടെങ്കിൽ ഗോവിന്ദൻ മാസ്റ്റർക്ക് നമുക്ക് സമൃദ്ധി ഒന്നിച്ച് സൃഷ്ടിക്കാമെന്ന് പറയാനേ പറ്റൂ. ദാരിദ്ര്യത്തെ ഇല്ലായ്മ ചെയ്യലും സമൃദ്ധിയുടെ സൃഷ്ടിയും തമ്മിൽ രാവും പകലും പോലെയാണ് വ്യത്യാസം. ആദ്യത്തേതിൻ്റെ ശ്രദ്ധ ഇല്ലായ്മ ചെയ്യലിലാണ്, സമൃദ്ധി സൃഷ്ടിപരതയിൽ മാത്രം സംഭവിക്കുന്നതും. കേരള നവോത്ഥാനം സൃഷ്ടിപരതയിൽ മുന്നേറി. ആ മുന്നേറ്റത്തിൻ്റെ ഗതിശക്തിയിൽ കമ്മ്യൂണിസം നിഷേധാത്മകതയെയും നശീകരണത്തെയും പ്രവഹിപ്പിച്ചു. ഡയലക്റ്റിക്സിനെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും ഓർമ്മിക്കാനും ഓർമ്മിപ്പിക്കാനും വേണ്ടിയാണ് ഭാരതീയമായ എല്ലാ പേരുകളും ഡയലക്റ്റിക്സിനെ സൂചിപ്പിക്കുന്ന പര്യായങ്ങളായി മാറിയത്. ഉദാഹരണം നോക്കുക: സീതാറാം, അച്യുതാനന്ദൻ, സച്ചിദാനന്ദൻ, ഗോവിന്ദൻ, വിജയൻ, ശ്രീമതി, ശൈലജ, രാജീവ്, ബിന്ദു, ബാലകൃഷ്ണൻ, ശിവൻകുട്ടി, പാർവതി, അങ്ങനെ നീളുന്നു ഡയലക്റ്റിക് സൂചക പേരുകൾ.